എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 14 ശ്ലോകം 15, 16, 17, 18, 19, 20 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ ബുധൻ ചന്ദ്രന്റെ പുത്രനാണെന്ന് പറഞ്ഞല്ലോ. ചന്ദ്രൻ ബുധനെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ വിവാഹപ്രായമായപ്പോ ഇള എന്നൊരു രാജകുമാരിയെ വിവാഹം ചെയ്തു. ആ ഇളയില് ബുധന് പുരൂരവസ് എന്നു പേരായിട്ടുള്ള പ്രസിദ്ധനായ പുത്രൻ ഉണ്ടായി. ആ സുദ്യുമ്നന്റെ ചരിത്രം പറയുമ്പോ പുരൂരവസിന്റെ കഥ നമ്മൾ വിസ്തരിച്ചതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനി പുരൂരവസ് ഉർവശിയെ കൂടിയിട്ട് രമിക്കുന്ന ആ കഥകളാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയണത്. അപ്സരസ്ത്രീയായിട്ടുള്ള ഉർവശി പുരൂരവസും കൂടി അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന കഥ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15, 16 രണ്ട് ശ്ലോകങ്ങളുടെയും കൂടി അർത്ഥം ഒന്നിച്ചാണ് പറയുന്നത്. തഥാ പുരൂരവാജജ്ഞേ ഇളായാം യൗദാഹൃത തസ്യ രൂപഗുണ ഔദാര്യശീലദ്രവിണ വിക്രമാൻ ശ്രുത്വോർവശീന്ദ്രഭവനെ ഗീയമാനാൻ സുരർഷിണ തദന്തികമുപേയായ ദേവീ സ്മരശരാർദിത. തഥാ അദ്ദേഹത്തിൽ നിന്ന് ഇളായാം ഇളയിൽ പുരൂരവാജജ്ഞെ പുരൂരവസ് ജനിച്ചു. ഉദാഹൃത യാതൊരുവൻ പറയപ്പെട്ടു സുരർഷിണ ദേവർഷിയാൽ ഇന്ദ്രഭവനെ ഇന്ദ്രഭവനത്തിൽ ഗീയമാനാൻ കീർത്തിക്കപ്പെടുന്ന തസ്യ രൂപഗുണ ഔദാര്യ ശീലദ്രവിണം വിക്രമാൻ അദ്ദേഹത്തിന്റെ രൂപം, ഗുണങ്ങള്, ഔദാര്യം, ശീലം, ദ്രവിണം, വിക്രമം ഇവയെ ശ്രുത്വ സേവിച്ചിട്ട് സ്മരശരാർദിത മന്മഥപീഡിതയും ദേവി ഉർവശി ദേവിയുമായ ഉർവശി തദന്തികം അദ്ദേഹത്തിന്റെ സമീപത്തെ ഉപയായ പ്രാപിച്ചു. അപ്പോ ബുധനിൽ നിന്ന് ഇളയില് പുരൂരവസ് ഉണ്ടായി. സുദ്യുമ്ന ചരിതം പറയണ സമയത്ത് പുരൂരവസ് ഉണ്ടായതൊക്കെ വിവരിച്ചിട്ടുണ്ടല്ലോ. ഒരു ദിവസം ദേവർഷിയായ ശ്രീനാരദൻ ഇന്ദ്രസഭയില് ആ പുരൂരവസിന്റെ ആ ഗുണഗണങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. സുന്ദരനാണ് പുരൂരവസ് മഹാരാജാവ്. ഗാംഭീര്യം, ധൈര്യം, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മഹാരാജാവാണ് പുരൂരവസ്. പിന്നെ അദ്ദേഹത്തിന്റെ ദാനശീലം അത് പറയേണ്ട ആവശ്യമില്ല. സ്വഭാവ ഗുണം, ധനസമൃദ്ധി, പരാക്രമം ഇതൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ കീർത്തിച്ചുകൊണ്ട് പറയാണ് ശ്രീനാരദ മഹർഷി. ഇതങ്ങോട്ട് കേട്ടു. ആ ഉർവശി ദേവത സദസ്സിലിരുന്നു മന്മഥ പീഡ കൊണ്ട് അങ്ങോട്ട് വലഞ്ഞു എന്നാ പറയണ ഉർവശി. അങ്ങനെ പുരൂരവസിന്റെ അരികത്ത് അങ്ങോട്ട് വരികയാണ്. വേഗം ചെല്ലാണ് പുരൂരവസിന്റെ അടുത്തേക്ക് ഉർവശി. മിത്രാവരുണയോ ശാപാത് ആവന്നാ നരലോകതാം നിശാമ്യ പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം ധൃതിം വിശിഷ്ടഭ്യലലന ഉപതസ്തേ തദന്തികേ. മിത്രാവരുണന്മാരെ ശപിച്ചിട്ടുണ്ട് ഉർവശിയെ. അതാണ് മിത്രാവരുണയോഹോ മിത്രാവരുണന്മാരുടെ ശാപാൽ ശാപം ഹേതുവായിട്ട് നരലോകതാം മനുഷ്യതയെ ആവന്ന പ്രാപിച്ചവളായിട്ട് രൂപിണം കന്ദർപ്പമിവ രൂപത്തോടു കൂടിയ കന്ദർപ്പനെ എന്ന പോലെ പുരുഷശ്രേഷ്ഠം പുരുഷശ്രേഷ്ഠനെ നിശാമ്യ കണ്ടിട്ട് ധൃതിം വിഷ്ടഭ്യ ധൃതിയെ അവലംബിച്ചിട്ട് ലലന സ്ത്രീ തദന്തികെ അദ്ദേഹത്തിന്റെ അരികത്ത് ഉപതസ്ഥെ ഉപസ്ഥാനം ചെയ്തു. മിത്രാവരുണന്മാരുടെ ശാപനിമിത്തം മനുഷ്യലോകത്തില് ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ഉർവശിക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോ കാമദേവൻ അങ്ങനെ ഉടലെടുത്ത് വന്നതുപോലെ അത്ര പരമസുന്ദരനായ പുരൂരവസിനെ അങ്ങോട്ട് കണ്ടില്ലേ. ഉർവശിക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ആകർഷത്തിൽ അങ്ങോട്ട് പെട്ടു. അദ്ദേഹത്തിന്റെ അരികത്ത് അങ്ങോട്ട് ചെന്ന് നിൽക്കണം. എന്നിട്ട് പറയണു സതാം വിലോക്യ നൃപതി ഹർഷേണോത്ഫുല്ലലോചന ഉവാച ശ്ലക്ഷ്ണയാ വാച ദേവീം ഹൃഷ്ടതനൂരുഹ
സാ നൃപതി, ആ രാജാവ്, താം വിലോക്യ, അവളെ കണ്ടിട്ട്, ഹർഷേണ, ഹർഷത്താൽ, ഉത്ഫുല്ലലോചന, വികസിച്ച നേത്രങ്ങളോടുകൂടിയവനും, ഹൃഷ്ടതനുരുഹ, ഹർഷിച്ച രോമങ്ങളോടുകൂടിയവനുമായിട്ട്, ശ്ലക്ഷ്ണയാ വാച, മധുരയായ വാക്കുകൾ കൊണ്ട്, ഉവാച വച. ഗുരുവരന്റെ സമീപത്ത് നിൽക്കുന്ന ഒരു അതിസുന്ദരിയായിട്ട് ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്നതാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുപോലെയുള്ള ഒരു സുന്ദരി വന്നിങ്ങനെ നിൽക്കണ കണ്ടിട്ട് സന്തോഷായി. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ അങ്ങോട്ട് വികസിച്ചു, രോമാഞ്ചം വന്നു എന്നാ പറയണത്. അത്രയും മധുര വാക്കുകളോട് കൂടിയിട്ട് ദേവിയോട് പറയാണ്. രാജോവാച സ്വാഗതം ദേവരാരോഹേ ആസ്യതാം കരവാമകിം സംഭ്രമസ്വമയാ സാകം രതിർന്നോ ശാശ്വതീ സമാഹ. വരാരോഹി, ഹേ ഉത്തമേ, തേ സ്വാഗതം, നിനക്ക് സ്വാഗതം. ആസ്യതാം, ഇരിക്കൂ. കിം കരവാമ, ഞങ്ങൾ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? മയാസാകം, എന്നോടുകൂടി, സംരമസ്വ, നന്നായി രമിച്ചാലും. നമ്മൾക്ക് ശാശ്വതീ സമ, അനേക കാലം രതി ഭവിക്കട്ടെ. രാജാവാണ് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ കാമപീഡ കൊണ്ട് വലഞ്ഞു സൗന്ദര്യം കണ്ടിട്ട്. പറയാ, ഹേ ഉത്തമ സുന്ദരി, നിനക്ക് സ്വാഗതം. ഇവിടെ ഇരുന്നോളൂ എന്റെ അടുത്ത്. നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞോളൂ, എന്നോടുകൂടി രമിച്ചോളൂ. നമുക്ക് രണ്ടുപേർക്കും അനേക കാലം രതിസുഖം അനുഭവിച്ച് ജീവിക്കാറാവട്ടെ എന്ന് പറയണു. ഇതാ ഉർവശി പറയണു. കസ്യാസ്ത്വയി ന സജ്ജേത മനോദൃഷ്ടിശ്ച സുന്ദര യദംഗാന്തരമാസാദ്യ ചവദേ ഹരിരംസയാ. സുന്ദര, ഹേ സുന്ദര, കസ്യ, ഏതൊരുവളുടെ, ദൃഷ്ടിച്ച, മനസ്സും ദൃഷ്ടിയും, ത്വയി, അങ്ങയിൽ, ന സജ്ജേത, ആസക്തമാകുകയില്ല. യദംഗാന്തരം, യാതൊരുവന്റെ ശരീരമധ്യത്തെ, ആസ്വാദ്യ, പ്രാപിച്ചിട്ട്, രിരംസയ, രമിക്കാനുള്ള ആഗ്രഹത്താൽ, ചെവദേഹ, സ്പഷ്ടമായിട്ടും സ്ഥാനത്തിൽ നിന്ന് തെറ്റുന്നു. ഈ ദേവലോക സുന്ദരികളൊക്കെ, അപ്സരസുകളൊക്കെ അങ്ങനെയല്ല. അവർക്ക് ഈ രമിക്കല് മാത്രമേ ഉള്ളൂ, വേറൊരു ചിന്തയൊന്നുമില്ല. സുന്ദരന്മാരോട് കൂടിയിട്ട് ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാജാവിന്റെ ഇത്രയും ആ അനുരാഗ വാക്കുകളും കൂടി കേട്ടപ്പോ ഉർവശി രാജാവിനോട് പറഞ്ഞു, അങ്ങേ കണ്ട നിമിഷം തന്നെ ഞാനും അങ്ങയില് അനുരാഗവതിയായി. ഹേ സുന്ദര, അങ്ങയില് ഏതൊരു സ്ത്രീയുടെ മനസ്സും നേത്രമാണ് പതിയാതിരിക്കുക? അത്ര സുന്ദരനല്ലേ അങ്ങ്? എല്ലാ സ്ത്രീകളും അങ്ങയെ കാമിക്കും. അങ്ങയുടെ ആ മാറിടം കാണുന്ന മാത്രയിൽ തന്നെ അതോട് ചേർന്ന് ഉല്ലസിച്ച് രമിക്കണമെന്ന ആഗ്രഹ നിമിത്തം സ്ത്രീകളുടെ വിവേക ധൈര്യാദി ഗുണങ്ങള് ഇതെല്ലാം നിശേഷം നശിച്ചു പോകും അങ്ങയെ കാണുമ്പോ തന്നെ. അങ്ങയുടെ മാറിടം കാണുമ്പോ ആ മാറിടത്തില് രമിക്കാൻ അങ്ങനെ തോന്നും ഏതൊരു സ്ത്രീയും എന്ന് പറയും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.